നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആയുർവേദിക് സ്കിൻ കെയർ റൂട്ടീൻ്റെ ഭാഗമായി ത്രിഫല ഉപയോഗിച്ചുള്ള ചർമ്മ സംരക്ഷണത്തിനെയും സൗന്ദര്യ സംരക്ഷണത്തെയും കുറിച്ചാണ് ചർച്ച ചെയ്യാനായി പോകുന്നത്. ത്രിഫല നമ്മുടെ ചർമ്മത്തിന് വളരെ ഗുണകരമാണ്. കാരണം ത്രിഫലയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുഖത്തുള്ള ടാൻ മാറാനും മുഖക്കുരു, മുഖത്തെ പാടുകള്, പിന്നെ പ്രായമാകുമ്പോൾ മുഖത്തൊക്കെ ചുളിവുകൾ വരുന്നത്, അതുപോലെ തന്നെ മുഖത്തിന്റെ തിളക്കം കുറയുന്നതൊക്കെ ശ്രദ്ധിക്കാറില്ലേ? ഇതിനൊക്കെ ത്രിഫല കൊണ്ടുള്ള ഫേസ് പാക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ത്രിഫലയുടെ ഗുണങ്ങളും ഏത് രീതിയിലാണ് ത്രിഫല ഓരോ സ്കിൻ ടൈപ്പിന്, അതായത് ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിന്നിനൊക്കെ ഏത് മീഡിയത്തിലാണ് നമ്മൾ ത്രിഫല ചേർത്ത് ഫേസ് പാക്കായി അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ലേപനം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ത്രിഫല ആയുർവേദത്തിൽ രസായനം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് കാരണം ത്രിഫലയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ത്രിഫല എന്ന് പറയുന്നത് 3 ദ്രവ്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ്. നെല്ലിക്ക, കടുക്ക, താനിക്ക, ഈ 3 ഫലങ്ങളും ചേർന്നതാണ് ത്രിഫല. ത്രിഫലയ്ക്ക് ആന്റി ഓക്സിഡന്റ്, ആന്റി ഇൻഫ്ലമേറ്ററി, ഡീടോക്സിഫൈങ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ സ്കിൻ റെജുവിനേഷൻ, അതായത് രസായനമാണെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ചർമ്മത്തിന്റെ പുനരുജ്ജീവനത്തിനും അതുപോലെ തന്നെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യാനും ഒക്കെ ത്രിഫല സഹായിക്കുന്നുണ്ട്. ഈ ഗുണങ്ങൾ അത്രയും പഠനങ്ങളൊക്കെ നടത്തി തെളിയിച്ചിട്ടുള്ളതാണ്. ത്രിഫലയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തെ എൻവയോൺമെന്റൽ സ്ട്രെസ്സിൽ നിന്നുമൊക്കെ സംരക്ഷിച്ച് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ചർമ്മം നിലനിർത്താനായി ത്രിഫല സഹായിക്കുന്നു. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിലെ എന്തെങ്കിലും ഇറിറ്റേഷൻ കൊണ്ട് ചുവപ്പോ തടിപ്പോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ത്രിഫല ഉപയോഗിച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്യുകയും അല്ലെങ്കിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ശമിക്കുകയും ചെയ്യും. ത്രിഫല നല്ലൊരു ഡീടോക്സിഫൈങ് ഏജന്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സെൽസ്, അതുപോലെ തന്നെ ഇംപ്യൂരിറ്റീസ്, ടോക്സിൻസ്, അതായത് ചർമ്മത്തിലെ വിഷാംശത്തെയൊക്കെ നീക്കം ചെയ്യാൻ ത്രിഫല സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലെൻസർ ആയിട്ടും ത്രിഫല ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി റെജുവിനേഷൻ, ത്രിഫല രസായനമാണെന്ന് പറഞ്ഞല്ലോ. അതായത് കൊളാജന്റെ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്തി ചർമ്മത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചുളിവുകളും അതുപോലെ തന്നെ വരകളും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചർമ്മത്തിന്റെ തിളക്കം കൂട്ടാനായിട്ടും ത്രിഫല സഹായിക്കുന്നു. ത്രിഫല നമ്മുടെ സ്കിന്നിന്റെ pH ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന പോഴ്സ് ഒക്കെ കുറയ്ക്കുകയും നമുക്കൊരു ഈവൻ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ത്രിഫല സഹായിക്കുന്നുണ്ട്. ഇനി ത്രിഫല എങ്ങനെയാണ് ശരിയായ രീതിയിൽ മുഖത്തൊരു ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ഒരു പാക്കറ്റ് ത്രിഫല ചൂർണം വാങ്ങിക്കണം. അതൊരു 15 രൂപയുടെ സാഷി ആയിട്ടൊക്കെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻസ് അത് വാങ്ങിക്കാം. ചിലപ്പോൾ അവർ തരുന്ന പാക്കറ്റിൽ വരാചൂർണം എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. വരാചൂർണം എന്ന് പറയുന്നത് ത്രിഫല ചൂർണത്തിന് തന്നെയാണ്. അതാണെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ത്രിഫലാദി ചൂർണമായിരിക്കും. ത്രിഫലാദി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ത്രിഫലയിലുള്ള 3 ഫലങ്ങൾ കൂടാതെ അതിൽ ഇരട്ടി മധുരം കൂടി അടങ്ങിയിട്ടുണ്ട്. ഇരട്ടി മധുരം ഉണ്ടെങ്കിലും അത് നല്ലതാണ്. നമ്മുടെ ചർമ്മത്തിന് ഈ പറഞ്ഞ പോലെ മുഖത്തെ പാടുകൾ കുറയ്ക്കാനും മുഖക്കുരു കുറയ്ക്കാനും ഒക്കെ ഇരട്ടി മധുരവും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ത്രിഫലാദി ചൂർണമാണ് വാങ്ങിക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ത്രിഫല ചൂർണം നമ്മൾ 2-3 ടീസ്പൂണ് നമ്മുടെ മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ, ഓരോ സ്കിൻ ടൈപ്പിന് ഓരോ മീഡിയമാണ് നല്ലത്. അത് ഏതാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. പാലിലോ തേനിലോ മോരിലോ ഒക്കെ ആയിട്ട് നമുക്ക് ത്രിഫല ചൂർണം മിക്സ് ചെയ്യാം. ഇനി അതല്ല, സാധാരണ വെള്ളത്തിൽ നമുക്ക് ത്രിഫല ചൂർണം മിക്സ് ചെയ്ത് മുഖത്ത് തേക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ നമ്മൾ ത്രിഫല ചൂർണം മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ മുഖത്ത് തേക്കണം. ഇനി ഈ മുഖത്ത് തേക്കുന്നതിന് മുന്നേ നമ്മൾ ഏതൊരു സാധനവും മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ത്രിഫല കൊണ്ട് അങ്ങനെ അലർജിയൊന്നും ആർക്കും ഉണ്ടാവാറില്ല. പക്ഷെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്ന് അറിയാനായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ത്രിഫലയുടെ ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത്, നമ്മളൊരു ലേപനം ചെയ്യുന്നതിന് ഒരു റൂൾസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും അത് കട്ടി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ വളരെ നേർത്തതായിട്ടോ ഒന്നും മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. ഒരു മീഡിയം തിക്നെസ്സിലാണ് ലേപനം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത ഈ ഒരു ഫേസ് പാക്ക് തനിയെ ഉണങ്ങണം. അതായത് നമ്മൾ ഫാനിന്റെ അടിയിൽ പോയി ഇരുന്നിട്ട് അത് ഉണക്കി എടുക്കുക എന്നുള്ളതല്ല അതിന്റെ രീതി. അത് തനിയെ ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് കഴുകിക്കളയാം. അതിന് ഇത്ര മിനിറ്റ് എന്ന് നമുക്ക് പറയാനില്ല. അത് എപ്പോഴാണോ മുഖത്ത് ഉണങ്ങി കഴിയുന്നത് ആ സമയത്ത് നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി ഇത് ഫേസ് പാക്ക് വാഷ് ചെയ്യാനായിട്ട് നമുക്ക്
വേണമെങ്കിൽ ത്രിഫല കഷായം യൂസ് ചെയ്യാം. അതൊരു ആഡഡ് ബെനിഫിറ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിലും കഴുകിക്കളയാം. പക്ഷെ ത്രിഫല കഷായത്തിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ത്രിഫല കഷായം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ ത്രിഫല ചൂർണം എടുത്തിട്ട് മുഖം കഴുകാൻ ആവശ്യമായ അത്രയും വെള്ളത്തിൽ മിക്സ് ചെയ്യുക, തിളപ്പിക്കുക. എന്നിട്ട് ചൂടാറിയ ശേഷം മുഖം കഴുകാനായിട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് തിളപ്പിക്കാനൊന്നും സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ ത്രിഫല ചൂർണം മിക്സ് ചെയ്തിട്ട് വാഷ് ചെയ്താലും മതി. നിങ്ങളുടെ ഒരു സൗകര്യത്തിന് അവിടെ ഒരു പ്രാധാന്യം കൊടുക്കുക. ഇതൊന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നതാണ്. സാധാരണ വെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ കണ്ടീഷനും എങ്ങനെയാണ് ത്രിഫല ചൂർണം ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ടാൻ മാറാനായിട്ട് എങ്ങനെയാണ് ത്രിഫല ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു ബീച്ചിലൊക്കെ പോയി വന്നു കഴിഞ്ഞാലും അല്ലാന്നുണ്ടെങ്കിൽ വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മുടെ മുഖത്തുണ്ടാവുന്ന ടാൻ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ത്രിഫല ചൂർണം ഉപയോഗിക്കാം. ഇതിനായി ത്രിഫല തേനിൽ ചേർത്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ അതേ മെത്തേഡിൽ 2 ടീസ്പൂൺ ത്രിഫല എടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ തേനിൽ ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ചിലർ സെൻസിറ്റീവ് ആണ്. ലെമൺ ജ്യൂസ് ഒക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്ന് നീറ്റൽ പോലെ അനുഭവപ്പെടുന്നതായിട്ടൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് അതിൽ ചേർക്കണമെന്നില്ല. തേനിൽ ത്രിഫല മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായമാകുമ്പോൾ മുഖത്തുണ്ടാവുന്ന ചുളിവുകളും അതുപോലെ തന്നെ മുഖത്തിന്റെ തിളക്കം കുറഞ്ഞ മുഖം ഡള്ളായി പോകുന്നത് അതൊക്കെ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് ത്രിഫല റോസ് വാട്ടറിലോ അതല്ലാന്നുണ്ടെങ്കിൽ തൈരിലോ ചേർത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുഖത്തിന് ഗ്ലോ കിട്ടാനായിട്ട് ത്രിഫല നമുക്ക് റോസ് വാട്ടറിലോ മോരിലോ പാലിലോ ഒക്കെ ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇനി ഓരോ സ്കിൻ ടൈപ്പ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ത്രിഫല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ത്രിഫല റോസ് വാട്ടറിലോ അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിലോ ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ ത്രിഫല അധികം പുളിക്കാത്ത മോരിലോ പാലിലോ ചേർത്ത് വേണമെങ്കിൽ തേനിലും ചേർത്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏത് മീഡിയം ആണ് കുറച്ചുകൂടി ഇഫക്റ്റീവ് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറി മാറി അപ്ലൈ ചെയ്ത് നോക്കാം ഏതാണ് കൂടുതൽ റിസൾട്ട് തരുന്നതെന്ന്. ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ നമുക്ക് ഈ ത്രിഫല ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നത്. മുഖക്കുരു മുഖത്തെ പാടുകൾ അകറ്റാനും മുഖത്തിനൊരു നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ പ്രായമാവുമ്പോൾ ഉണ്ടാവുന്ന ചുളിവുകളൊക്കെ കുറയ്ക്കാനും ത്രിഫല വളരെ നല്ലൊരു ചോയ്സ് ആണ്. ഇനി മുഖക്കുരുവിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖത്ത് മുഖക്കുരു പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട്. താരനുള്ളവർക്ക് മുഖത്ത് മുഖക്കുരു ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഓയിലി ഫുഡ്സും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാത്തവർക്കും മുഖക്കുരു ഉണ്ടാവാറുണ്ട്. പിന്നെ വേണമെങ്കിൽ അധികമായിട്ട് കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ യൂസേജ് കൊണ്ടും മുഖക്കുരു ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു കാരണത്തിനും കൂടി നമ്മൾ ചികിത്സ എടുക്കണം. നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ, അതായത് താരന്റെ ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ത്രിഫലയുടെ ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചിലരുടെ കേസിലാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് ക്രീമും ഒക്കെ ഉപയോഗിച്ചിട്ട് മാറാത്ത മുഖക്കുരു ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് അവരുടെ ഒരു ഡീടോക്സ് ട്രീറ്റ്മെന്റ് ആദ്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു ശോധന ചികിത്സ ചെയ്ത് കഴിഞ്ഞ് ശുദ്ധി വരുത്തിയതിന് ശേഷം നമ്മൾ പുറമെ എന്തെങ്കിലും ലേപനങ്ങളോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടുന്നത്. അങ്ങനത്തെ കണ്ടീഷൻ ഉള്ളവർ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെന്റ് എടുക്കുക. ത്രിഫല നമ്മുടെ ചർമ്മത്തിന് ഗുണം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മുടിക്കും വളരെ നല്ലതാണ്. ത്രിഫല കൊണ്ട് നമുക്ക് ഹെയർ പാക്കും ചെയ്യാവുന്നതാണ്. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്